ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ നാടിൻ്റെതെന്ന് തന്നെ പറയുവാൻ കഴിയുന്ന നേതാവ്, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ PC വിഷ്ണുനാഥ് അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, സഹോദരൻ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK ഫിറോസ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ, ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് കടന്നുപോയ ഏറ്റവും പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ, വടകരയുടെ പ്രിയപ്പെട്ട MP ശ്രീ ഷാഫി പറമ്പിൽ, വേദിയിലുള്ള നേതാക്കന്മാരെ പേരെടുത്ത് പറയാനാണെങ്കിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ആളുകളാണ് വേദിയിലിരിക്കുന്നവരെല്ലാം. അത് എനിക്ക് മുതിർന്ന അടൂരിൻ്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് മണിച്ചേട്ടൻ തൊട്ട് പുതിയ കാലഘട്ടത്തിൻ്റെ നേതാവായ ഫെന്നി നൈനാൻ വരെയുള്ള നീണ്ട നിര വേദിയിലുണ്ട്. അസാന്നിധ്യം കൊണ്ട്, ഈ വേദിയിൽ അസാന്നിധ്യം കൊണ്ട് സാന്നിധ്യമാകുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എസ് ചേട്ടനാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടാത്ത ഒരു വേദിയാണ് ഈ വേദി. ഇന്നിപ്പോൾ ഈ മഴയൊക്കെ നനഞ്ഞ് ഒരു നിയമസഭാ സാമാജികനായി അടൂരിലൂടെ ഇങ്ങനെ വരുമ്പോൾ എത്രയോ മഴകൾ ഇതുപോലെ പ്രകടനമായി മുദ്രാവാക്യം വിളിച്ച് ഒന്നിച്ച് നടന്നവരാണ് നമ്മളെന്നുള്ള ഒരു ബോധ്യമാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു KSU പ്രവർത്തകനായി തുടങ്ങിയ നാൾ മുതൽ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധിയിലൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു നിന്ന കവചത്തിൻ്റെ പേരാണ് അടൂരിലെ കോൺഗ്രസും അടൂരിലെ UDFും എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെ പറ്റി ആരെ പറ്റി പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകുന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ ജോസ് പരിങ്ങനാട് ഇവിടെ എവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആദ്യമായൊരു KSU പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോസ് പരിങ്ങനാടിൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്നിട്ടാണ്. ഇതുവഴിയൊക്കെ KSUവിൻ്റെ പടുപ്പുമുടക്ക് സമരങ്ങൾക്ക് പ്രിയപ്പെട്ട ശ്രീ ജോസ് പരിങ്ങനാടിൻ്റെയും ശ്രീ വിമൽ കൈതക്കലിൻ്റെയും ശ്രീ ഗോപു കരുവാറ്റയുടെയും ഒക്കെ കൂടെ എത്രയോ തവണ യാത്ര ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നീട് അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായ റിനോയുടെ കൂടെ ഞങ്ങൾ പോയിട്ടില്ലാത്ത വഴികൾ ഈ നാട്ടിൽ കുറവായിരിക്കും. പൊതുപ്രവർത്തനം തുടങ്ങുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു MLA ആകാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. കുടുംബത്തിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത, വിശ്വാട്ടൻ്റെ വാക്ക് കടമെടുക്കുക, കുടുംബത്തിൽ നിന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നൊരാളാണ്. അന്ന് നാട്ടിലങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊരു മേൽവിലാസമില്ല. രാജേന്ദ്രൻ്റെ മകൻ, അടൂരേക്കൊക്കെ വരുമ്പോൾ മരിച്ചുപോയ രാജേന്ദ്രൻ്റെ മകൻ എന്നുള്ള മേൽവിലാസത്തിൽ തുടങ്ങി ഇന്ന് പാലക്കാടിൻ്റെ MLA എന്ന മേൽവിലാസം വരെ തന്നത് ഈ പ്രസ്ഥാനമാണ്, ഈ മുന്നണിയാണ്. നാളെ തല പോയാലും ഈ രണ്ടിനെയും തള്ളിപ്പറയുന്നൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മാത്രമാണ് ഉറപ്പ് നൽകാനായിട്ടുള്ളത്. അന്നത്തെ വേദിയും ഉദ്ഘാടകൻ തൊട്ട് എല്ലാവരും അത്രയും പ്രിയപ്പെട്ടവരാണ്. ഉദ്ഘാടകനെ പറ്റി പറയുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം, അതിനൊക്കെ മുമ്പൊരു KSU സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ വന്നപ്പോൾ തൊട്ട് അന്ന് ശ്രീ VD സതീശൻ്റെ ഒരു ഫോൺ കോളൊക്കെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ആത്മവിശ്വാസക്കുറവാണെന്നല്ല, നന്നായി ആ പ്രസംഗം നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ കിട്ടിയിരുന്നൊരു സന്തോഷവും ഒക്കെയുണ്ട്.
അതിന്നിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ചുക്കാൻ പിടിച്ച് അതിൻ്റെ പേരിൽ കേൾക്കേണ്ട വഴികളെല്ലാം കേൾക്കുമ്പോഴും പാലക്കാട് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഞാൻ ഉണ്ടാകില്ല എന്ന തരത്തിൽ ആർജവത്തോടുകൂടി പറയുന്നതിന് പിന്നിൽ ഒരു സ്നേഹവും കരുതലുമൊക്കെ ഉണ്ട്. അതൊരു സാധാരണ പ്രവർത്തകനോട് കാണിക്കുന്ന നേതൃത്വത്തിൻ്റെ സ്നേഹവും കരുതലുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. പിന്നെ വിശ്വേട്ടൻ MLA ഒക്കെ ആകുമ്പോൾ വിശ്വേട്ടൻ ഇങ്ങനെ KSU പ്രസിഡൻ്റൊക്കെ ആകുമ്പോൾ ദൂരെ നിന്ന് മാത്രമേ അറിയത്തുള്ളൂ. മറ്റ് ജില്ലയാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായതുകൊണ്ട് ഈ വിശ്വേട്ടൻ്റെ വളർച്ച ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിലൂടെ കാണുമ്പോൾ നമ്മുടെ ഒരു അറിയാത്ത കാലത്ത് പോലും നമ്മുടെ ആരൊക്കെയോ എന്തൊക്കെയോ ആകുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. പുള്ളി ചെങ്ങന്നൂർ MLA ആദ്യമായിട്ടാകുമ്പം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ല, എങ്കിലും ഒരു സന്തോഷം. നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ ഒരാൾ ഒരു MLA ആയൊരു സന്തോഷം. അറിഞ്ഞ കാലം തൊട്ട് ഇന്ന് വരെ സഹോദരനായി എന്നല്ല, സഹോദരനെ പോലെ എന്നല്ല, സഹോദരനായി തന്നെ ഒപ്പം നിൽക്കുന്ന, അത് ഓരോ ചെറിയ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ആദ്യം വിളിക്ക് വിശ്വേട്ടനായിരിക്കും